മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രഭ. ഞാൻ ഇന്ന് ആരെ പരിചയപ്പെടുത്തുന്നതെന്നറിയാമോ? കവിത ജ്യോതിഷിയാണ്. നമുക്ക് ഒരു ജ്യോതിഷിയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് പോകാം. നമസ്തേ. നമസ്കാരം. എനിക്ക് കവിത അറിയാം. പക്ഷേ കവിത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പലതും കവിതയിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ കവിത എവിടെയാണ്, എത്ര വർഷമായി, ഈ ജ്യോതിഷത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമോ? തീർച്ചയായും. ഓം നമ ശിവായ. ചേച്ചി, ഞാൻ ജ്യോതിഷ മേഖലയിൽ എത്തിച്ചേർന്നിട്ട് 27 വർഷങ്ങളായി. നീണ്ട 27 വർഷങ്ങൾ എന്ന് വെച്ചാൽ ഒരു 1/4 നൂറ്റാണ്ടെന്ന് പറയാം, അല്ലേ? അതിന് മേലായി. അപ്പോൾ എറണാകുളത്ത് കലൂരുള്ള പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ് ജ്യോതിഷ കാര്യാലയം പ്രവർത്തിക്കുന്നത്. ഭഗവാൻ പാവക്കുളത്തപ്പൻ്റെ അനുഗ്രഹത്തുകൊണ്ട് ഞാൻ ഇപ്പം ഇത്രയും കാലമായി അവിടെ നിലനിൽക്കണം. അപ്പോൾ എൻ്റെ തട്ടകം എന്ന് പറയുന്നത് കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രമാണ്. 27 വർഷമായി ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ ഈ ജ്യോതിഷ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ശംഭു മഹാദേവ. അപ്പം ചേച്ചി, പാവക്കുളം ക്ഷേത്രത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. പാവക്കുളം മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മഹാദേവസ്ഥാനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കലൂരാണത് സ്ഥിതി ചെയ്യുന്നത്. പാവക്കുളത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന മഹാദേവൻ, അദ്ദേഹം വൈദ്യനാഥനാണ്. ശ്രീപാർവതി ദേവിയാണെങ്കിൽ സ്വയംവര പാർവതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാരോഗങ്ങൾക്ക് അതുകൊണ്ട് ഉഴലുന്ന ആളുകൾക്ക് പാവക്കുളത്തെ ആരാധനയിലൂടെ വൈദ്യനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് രോഗശാന്തി ഉണ്ടായിട്ടുണ്ട്. അപ്പം മഹാദേവൻ്റെ ഒരു അനുഗ്രഹം. പിന്നെ പാർവതി ദേവിയെ പറ്റി പറയുകയാണെങ്കിൽ ദാമ്പത്യം എന്നുള്ള വിഷയത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതിനകത്തുള്ള കല്ലുകടികൾ, ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയാണ് പാർവതി ദേവി എടുത്ത് ആളുകൾ വന്നണയുന്നതും പൂജ ചെയ്യുന്നതും. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം സാധ്യമാകാൻ, വിവാഹാനന്തര പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അങ്ങനെ. ഈ 2 പ്രത്യേകതകളും കൂടാതെ എനിക്ക് പറയാനുള്ളതായൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവക്കുളത്തപ്പൻ അന്നദാനപ്രഭുവാണ്. അന്നദാനപ്രഭു. എല്ലാ ദിവസവും അവിടെ അന്നദാനം നടക്കുന്നുണ്ട്. പാവക്കുളം അമ്പലത്തിൽ ഒരു അന്നദാന ട്രസ്റ്റുമുണ്ട്. അപ്പോൾ വിവാഹം, ചോറൂണ്, ഗൃഹപ്രവേശം, വിവാഹ വാർഷികം, പിന്നെ ചരമവാർഷികം, അങ്ങനെ എല്ലാവിധ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും പല വ്യക്തികളും വന്ന് അവരവർക്കാകുന്ന രീതിയിൽ ഈ അന്നദാനം നടത്താറുണ്ട്. അപ്പോൾ പാവക്കുളത്തപ്പൻ ഒരു അന്നദാന പ്രഭുവും കൂടിയാണ്. പാവക്കുളത്തെ ഒരു പ്രധാനപ്പെട്ടതായ ഒരു വഴിപാട് തന്നെയാണ് അഭീഷ്ടസിദ്ധിക്ക് അന്നദാനം നടക്കുക എന്നുള്ളത്. അപ്പോൾ അതതിനെ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്ന് പറയുമായിരുന്നു, സൂചിപ്പിക്കുകയായിരുന്നു. പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാനാജാതി മതസ്ഥർക്കും പ്രവേശനമുള്ള ക്ഷേത്രമാണ്. ഹിന്ദു സഹോദരി സഹോദരന്മാർക്ക് മാത്രമല്ല, ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് പോലും അവിടെ പ്രവേശനമുണ്ട്. എല്ലാവിധ പൂജാതി കാര്യങ്ങളിലും നമ്മുടെ അവിടുത്തെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വഴിപാടുകളും നടത്താവുന്നതാണ്. പുരുഷന്മാർക്ക് ഷർട്ട് ധരിക്കണ്ട എന്നുള്ളതൊരു നിഷ്കർഷം അവിടെ ഇല്ല. എന്ന് വെച്ചാൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കാം. ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരണം എന്നുള്ളതുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു നിഷ്കർഷം ഇല്ല. ഷർട്ട് ധരിച്ച് തന്നെ പ്രവേശിക്കുക. അപ്പം അതുകൊണ്ട് മറ്റു മതസ്ഥർ വന്നാലും ഒട്ട് സങ്കോചം വേണ്ടാന്ന് ഞാനങ്ങ് എടുത്ത് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ പാവക്കുളത്തമ്മയുടെ ക്ഷേത്രം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണത്. എൻ്റെ അച്ഛനും അമ്മയുമാണ്. ഭൂമിയിൽ എന്നെ സംബന്ധിച്ചുള്ളൊരു പറുദീസ ഉണ്ടെന്ന് പറഞ്ഞാൽ പാവക്കുളം ക്ഷേത്ര സമുച്ചയമാണ്. അപ്പോൾ വരിക ചേച്ചി, ഒരിക്കൽ തൊഴുക, അന്നദാന സംരംഭത്തിലും യജ്ഞത്തിലും പങ്കാളികളാകുക. ഇത്ര ഈ 27 വർഷമായില്ലേ കവിത അവിടെ തന്നെ ഇതാവണു അല്ലേ? അപ്പൊ അവിടുത്തെ ആ ഭഗവാന്റെയും ഭഗവതിയുടെയും ആ ചൈതന്യത്തിനെയൊക്കെ പറ്റി പറയുമ്പോ നമസ്കാരം. വളരെയധികം എല്ലാവർക്കും വൈദ്യനാഥ പ്രഭുവാണെന്നുള്ളതും ഇത്രയും വലിയ അവിടെ ഒരു അന്നദാനത്തിന്റെ ഒരു ഇതുണ്ടെന്നുള്ളതും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അവിടെ 1001 കൂടം ധാരാന്നൊരു വഴിപാടുണ്ട് അഭീഷ്ടസിദ്ധിക്ക്. അഹിന്ദുക്കളായിട്ടുള്ള പലർക്കും ഞാൻ നിർദ്ദേശിച്ചത് ചെയ്ത് അവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതിൽ തുടർന്ന് അവർ അന്നദാന സംരംഭത്തിലും യജ്ഞത്തിലും പങ്കാളികളായിട്ടുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ കൃപാകടാക്ഷം അന്നേ പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ജ്യോതിഷി എന്നുള്ള നിലയിൽ എനിക്കൊരു തട്ടകം ഒരുക്കി തന്ന സ്ഥലവും കൂടിയാണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായ കൃതജ്ഞത മഹാദേവനോടും ശ്രീപാർവതി ദേവിയോടും ഉണ്ട് എനിക്ക്. കവിത, ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പിന്നെ ചേച്ചി, കവിത ഈ മേഖലയിലേക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ നമുക്ക്, ജ്യോതിഷം തിരഞ്ഞെടുക്കാൻ? എന്താ പറ്റിയത്?
അതൊരു വലിയ കഥയാണ്. അത് കുറച്ചു കാലം പുറകോട്ടേക്ക് സഞ്ചരിക്കേണ്ടി വരും. അതായത് ഞാൻ ഒരു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ MA ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്കൊരു വിവാഹാലോചന വന്നിരുന്നു. ഏകദേശം എനിക്ക് 21-22 വയസ്സുള്ള സമയം, 22 ആയിട്ടില്ല. അപ്പം വിവാഹം എന്ന് പറഞ്ഞ ഒരു സംഗതി എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വസ്തുതയായിരുന്നു. വിവാഹം എന്ന് പറഞ്ഞാൽ എൻ്റെ സങ്കല്പത്തിൽ പോലും ഇല്ല. അതിന് എൻ്റെ വ്യക്തിപരമായ കുറേ കാരണങ്ങളുണ്ട്, കുടുംബ പശ്ചാത്തലമുണ്ട്, അതിപ്പോൾ എന്തായാലും ഇവിടെ പരാമർശിക്കുന്നില്ല. എങ്കിലും മാതാപിതാക്കൾ പ്രത്യേകിച്ച് എൻ്റെ അമ്മ എന്നെ കൂടുതൽ ഇക്കാര്യത്തിൽ നിർബന്ധിച്ചു വിവാഹത്തിന്. അവർ നോക്കുമ്പോൾ അതൊരു നല്ലൊരു അലയൻസ് ആയിരുന്നു. ആ വന്നിരിക്കുന്നതായ പ്രപ്പോസൽ, അദ്ദേഹം അമേരിക്കയിലൊരു കെമിസ്റ്റായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മാതാപിതാക്കളില്ല, നന്നേ ചെറുപ്പത്തിൽ അവരൊക്കെ നഷ്ടപ്പെട്ടതാണ്. 3 ആൺമക്കളുടെ ഇളയാളാണ് ഈ വ്യക്തി. അപ്പോൾ ഏതോ ഒരാൾ വഴിയാണ് ഈ ആലോചന വന്നത്. അദ്ദേഹം വന്നു, കണ്ടു, അദ്ദേഹത്തിന് താല്പര്യമായി, എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. അദ്ദേഹം ഒട്ടും താല്പര്യമായിരുന്നു. പക്ഷേ വന്നിരിക്കുന്ന ആൾക്ക് വളരെ സന്തോഷമായിരുന്നു, താല്പര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഏക ബന്ധുവായ അമ്മാവനും കൂടാണ് വന്ന് കണ്ടതും പോയതും. അപ്പം ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിച്ചു. പക്ഷേ ആ പ്രതിഷേധം അവിടെ ആരും വകവച്ചില്ല. ഇതുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു നിലപാടിലായിരുന്നു. ഏതായാലും പിന്നെ എന്ത് ചെയ്യാൻ, എനിക്ക് താഴെയൊക്കെ ഒരു സഹോദരിയുണ്ട്, പിന്നെ അവരുടെയൊക്കെ ഭാവിയൊക്കെ ഓർത്ത് ഞാനങ്ങ് സമ്മതിച്ചു. എന്തു തന്നെയായാലും ശരി, പിന്നെ വിവാഹത്തിൻ്റെ നിശ്ചയം കഴിഞ്ഞു. നമ്മുടെ ബന്ധുക്കൾ, സമീപസ്ഥരായ ആൾക്കാർ, സുഹൃത്തുക്കൾ പലരും പറഞ്ഞു, ചിലർക്ക് വീട്ടിൽ വരികയും പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ വിവാഹത്തിന് ഏകദേശം ഒരു 2 ആഴ്ച സമയം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ പ്രതിശ്രുത വരൻ്റെ അമ്മാവൻ, നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഏകബന്ധു വീട്ടിലേക്ക് വരികയും കല്യാണ പൊരുത്തം നോക്കണം എന്ന കാര്യം എടുത്തിടുകയും ചെയ്തു. അപ്പോൾ കാണാൻ വന്ന ദിവസം വളരെ കാഷ്വലായിട്ട് നാളെന്താണെന്ന് ചോദിച്ചിരുന്നു. പയ്യൻ്റെ നാൾ നമ്മുടെ വീട്ടുകാരും ചോദിച്ചു. പക്ഷേ നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളൊരു സംസ്കാരം, നാൾ നോക്കാൻ അങ്ങനെ ഒരു രീതിയില്ലായിരുന്നു. എനിക്കും അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഇല്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹം വിവാഹത്തിന് 14 ദിവസം ബാക്കി നിൽക്കെ വന്ന് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞപ്പം ഞാൻ അതിനകത്ത് വലിയ ശരി ആയിക്കോട്ടെ, കാരണം നമുക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇവിടെ നാൾ ചോദിച്ചു പോയി. പയ്യൻ്റെ നാളുമായിട്ട് നോക്കും, ഇതൊരു തരത്തിലും ചേരില്ല. എൻ്റെ ജാതകവും ജനസമയം അതൊക്കെ കൊണ്ടുവരുന്നു. ആ പയ്യൻ്റെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഇതിലൊക്കെ വളരെ വിശ്വാസമുള്ളതാണ്. അപ്പം അദ്ദേഹം പ്രതിഷേധം അറിയിച്ചു. ഇവർ രണ്ടുപേരെയും ജാതകങ്ങൾ തമ്മിൽ ചേരില്ല, നക്ഷത്രങ്ങൾ തമ്മിൽ ചേരില്ല. ഈ കല്യാണമായിട്ട് മുമ്പോട്ട് പോയാൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ പെങ്ങളുടെ ഒരു മകനാണ്, ഞാൻ ഇത് മുൻകൈ എടുത്ത് നടത്തിയിട്ട് ഇതിൻ്റെതായ ധാർമ്മിക ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹമായി. ഞാൻ ഉള്ളാലെ സന്തോഷിച്ചു. പക്ഷേ എൻ്റെ വീട്ടിൽ അതൊരു വിഭാഗിത ഉണ്ടാക്കി. അതായത് ഒരു കൂട്ടം ആൾക്കാർ അത് പറ്റില്ല, നടക്കണം എന്നുള്ളതായിരുന്നു. മറ്റൊരു കൂട്ടർ അങ്ങനെയല്ല, അത് ഒരു റിസ്ക് എടുക്കണം, നമ്മുടെ കുടുംബത്തെ ആദ്യത്തെ കുട്ടിയല്ലേ എന്നുള്ളതായിരുന്നു. അപ്പോൾ അക്കാലത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയം, എനിക്ക് വൈകാരികമായി ഞാൻ ആശ്രയിച്ചിരുന്ന ഏക വ്യക്തി എൻ്റെ അമ്മയുടെ അമ്മയാണ്, അമ്മൂമ്മയാണ്. അവർ ഒരു വിദുഷിയായിരുന്നു. അവർ പഴയ മലയാളം ഹയറൊക്കെ പാസ്സായി, അവർ മലയാള അധ്യാപികയായി വിരമിച്ച ആളായിരുന്നു. അപ്പം പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, നിൻ്റെ മനസ്സിൽ എന്താണ് മകളെ തോന്നുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്കിത് പറ്റില്ല, എനിക്ക് പേടിയുണ്ട് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ തന്നെ എനിക്ക് താല്പര്യവും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മൂമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്കൊരു ജോത്സ്യനെ പോയി കാണാം. അപ്പോൾ അതെനിക്കൊരു നല്ല ആശയം തോന്നി. കാരണം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നമ്മുടെ കുടുംബ പശ്ചാത്തലമൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇവർ പിന്മാറാനുള്ള ശ്രമമാണോ എന്നൊരു തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും ഞാനും എൻ്റെ അമ്മൂമ്മയും കൂടി രഹസ്യമായി പേര് ജോത്സ്യനെ കണ്ടു. ആ പയ്യൻ്റെ ജനനസമയം കാര്യമൊക്കെ ഞങ്ങൾ മേടിച്ചിരുന്നു. അപ്പോൾ ജോത്സ്യൻ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, ഭാർഗവി ചേച്ചി, ഒരു കാരണവശാലും വിവാഹം നടക്കാൻ പാടില്ല. നമ്മുടെ പേരക്കുട്ടിയുടെ ജീവിതം കൈവിട്ടു പോകും. പെൺകുട്ടിയല്ലേ, ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളി എന്ന ഇല വീണാലും കേടലയ്ക്കാണ്. ഇത് വേണ്ട, ഇതിൻ്റെതായ ഭവിഷ്യത്തുകളുണ്ട്. ഇവളുടെ വിവാഹം ഈ വയസ്സിൽ നടക്കേണ്ടതല്ല, ഇത് വളരെ വൈകി നടക്കേണ്ട ഒരു വിവാഹമുള്ളൊരു ജാതകമാണ്. ജാതകത്തിൽ വിവാഹസ്ഥാനത്ത് ശനിയുടേതായ വലിയ ബന്ധമുണ്ട്. അപ്പം ശനി വിവാഹം താമസിപ്പിച്ചേ കൊണ്ടുവരുള്ളൂ, നല്ല വിവാഹം കൊണ്ടുവരും, ഇതിന്ന് ഒഴിവാകും എന്നാണ് പറഞ്ഞത്. എനിക്ക് സന്തോഷമായി. എൻ്റെ അമ്മൂമ്മ വിഷയം വീട്ടിൽ അവതരിപ്പിച്ചു. അവൾ ഇതിന്ന് പിന്മാറുക എന്ന് അമ്മൂമ്മയുടെ പിന്തുണയോടി പ്രഖ്യാപിച്ചു. ശരി. അങ്ങനെ നമ്മൾ വിവരം പയ്യൻ്റെ വീട്ടുകാരെ അറിയിച്ചു. അമ്മാവന് സന്തോഷമായി. പക്ഷേ പയ്യൻ തുടരെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല കവിത, നമ്മളിത് ഈ സംസ്കാരമൊന്നുമല്ല, ഇതൊക്കെ ഇത്തരം പറഞ്ഞു വെച്ചതല്ലേ. ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു നിലപാടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പറ്റില്ല, ഞാനിതിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ പിതാവിനും ഇതിന് എതിർപ്പുണ്ടായിരുന്നു, മാതാവിന് മാത്രമേ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ വിവാഹം അലസി. പന്തലിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു. വിവാഹം അലസി. പക്ഷേ അതിൻ്റെ പേരിൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കാരണം ഒരുപാട് ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, കുത്തുവാക്കുകൾ, പിന്നെ കുറേ കിംവദന്തികൾ, ഇങ്ങനെ പല സംഗതികളും ഞാൻ കേൾക്കേണ്ടി വന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. പലരും പല രീതിയിലാണ് എന്നെ ചിത്രീകരിച്ചത്.
അപ്പോൾ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഏറ്റവും ദേഷ്യം. ഞാനത് വകവെച്ചല്ല, അമ്മൂമ്മയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നി, എന്നാൽ പിന്നെ ഇതൊന്ന് പഠിച്ചാലെന്ത് ജ്യോതിഷം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉദിച്ചത്. എൻ്റെ അമ്മൂമ്മയാണ് അതിന് പിന്തുണ തന്നത്. അങ്ങനെ ശ്രീ മുട്ടാർ ശശികുമാർ എന്ന ഒരു പ്രഗത്ഭനായ ഒരു ജ്യോതിഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ അമ്മമ്മ കൊണ്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഈ ജ്യോതിഷ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടു. കവിതയുടെ പഠിത്തം അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് അമ്മമ്മ കൊണ്ട് ചേർത്തു. ഇനി ബാക്കിയുള്ള ഗുരുക്കന്മാരെ കൂടിയിട്ട് ഒന്ന് അറിയണം. ഗുരുക്കന്മാർക്ക് നമ്മൾ ഏറ്റവും പ്രാധാന്യം ഗുരുത്വം വേണം. അതെ അതെ അതെ, അതിനെ പറ്റി. അപ്പോൾ ഗുരുക്കന്മാരെന്ന് പറയുമ്പോഴത്തേക്കും ജ്യോതിഷത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളാണ് ഈ ശ്രീ മുട്ടാർ ശശികുമാർ അവർ, പിന്നെ കളമശ്ശേരി കൊച്ചുണ്ണി മാസ്റ്റർ, രണ്ടുപേരുടെ അടുത്തു നിന്നാണ് ഞാനത് സ്വായത്തമാക്കിയത്. അത് ഏകദേശം ഒരു 2 കൊല്ലം കൊണ്ട് ആ കാര്യം കഴിഞ്ഞു. പക്ഷേ ഏറ്റവും കാതലായ ഭാഗം വരുന്നത് ഇതിൻ്റെ പ്രായോഗിക പരിജ്ഞാനമാണ്. നമ്മൾ അറിവുള്ളൊരു ഗുരുനാഥൻ്റെ കൂടെ ഇരുന്ന് ഈ സംഗതി വശപ്പെടുത്തുക, പ്രായോഗിക പരിജ്ഞാനം. അപ്പോൾ ആ മേഖലയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ അനുഭവിച്ചത്. ഞാനതിൻ്റെ തുടർ കാര്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് ചോറ്റാനിക്കര എന്ന ഭാഗത്ത് പ്രശസ്തരായ 2-3 ആൾക്കാരെ പോയി സന്ദർശിച്ച് ചോദിച്ചു, എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്കെന്നെ കൂടെ ഇരുന്ന് കാര്യം മനസ്സിലാക്കണമെന്ന്. എല്ലാ ജ്യോത്സ്യന്മാരും പുരുഷന്മാരാണ് കൈയൊഴിയാൻ അവരുണ്ടായ കാരണം പറഞ്ഞത്, താങ്കളൊരു സ്ത്രീയാണ്, ഒരു സ്ത്രീയെ കൂടെ ഇരുത്തി ഇത് പഠിപ്പിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ട്, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും, സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകും എന്നാണ് അവരെല്ലാവരും കൈയൊഴിഞ്ഞത്. അങ്ങേയറ്റം നിരാശയിലായിരുന്നു ഞാൻ, അങ്ങേയറ്റം നിരാശ. കാരണം ഇനിയിപ്പോൾ ഇതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം, ഇതിനൊന്നായിട്ട് മുന്നോട്ടൊന്നും പോകണ്ട എന്നോർത്ത് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ജ്യോതിഷത്തിൽ എനിക്ക് ഒരു സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്നത് എൻ്റെ മഹാനായ ഗുരുനാഥനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജ്യോത്സ്യൻ ശ്രീ JP മേനോൻ ആമ്പല്ലൂർ എന്നാണ്. അദ്ദേഹത്തിനെ ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു 8-10 ശിഷ്യന്മാരുണ്ട്. ശിഷ്യകളില്ല, ശിഷ്യന്മാർ അദ്ദേഹത്തിനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു വേണം പറയാൻ. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ വളരെ യാദൃശ്യമായിട്ട് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. അപ്പോൾ കാര്യങ്ങൾ ശിഷ്യന്മാരൊക്കെ മാറിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഗുരു എന്നെ ഇങ്ങനെ ഒന്ന് സഹായിക്കാമോ, എന്നെ ഒന്ന് കൂടെ ഇരുത്തി ഇതൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പലരുടെ അടുത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടായത്. ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം ഒന്ന് കണ്ണടച്ചിട്ടുണ്ട്, എന്താ നക്ഷത്രം എന്ന് ചോദിച്ചു. പറഞ്ഞു, ഗ്രഹനില അറിയോ, താങ്കളുടെ ഗ്രഹനില കാണാതെ പറയാം. അറിയാം, പറഞ്ഞുതരാം. പറഞ്ഞു കൊടുത്തു. കേട്ടിട്ട് പറഞ്ഞു, ശരി വന്നോളൂ, നിങ്ങൾക്ക് ജ്യോത്സ്യനാകാനല്ലാതെ മറ്റൊന്നാകാൻ പറ്റില്ല, അതിനുള്ളതായ യോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ട്, പോന്നോളൂ. ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹമാണ് 2 കൈ നീട്ടി എന്നെ സ്വീകരിച്ചത്. ശിഷ്യന്മാരാണ് ഉണ്ടാകുന്നത്, ശിഷ്യകൾ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കണം. 10-28 കൊല്ലം മുമ്പുള്ള സംഭവമാണ് ഇതെന്ന് ചെയ്ത്. 28 അല്ല 29 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഏക ശിഷ്യയായിട്ട് അദ്ദേഹം ക്യാമ്പയിൻ സ്ഥലങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓഫീസുകളെല്ലാം നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് സംശയം ചോദിച്ചാലും അത് എത്ര ബാലിശമാണെങ്കിൽ പോലും അദ്ദേഹം നന്നായി അത് വിശദീകരിച്ച് പറഞ്ഞു തരുമായിരുന്നു. പഠിപ്പിക്കുകയാണോ എന്ന് വെച്ചാൽ പഠിപ്പിക്കുകയല്ല, പക്ഷേ പ്രായോഗികമായി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പകർന്നു തന്നിട്ടുണ്ട്. നമ്മുടെ സങ്കോചം, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ അദ്ദേഹമാണ് മാറ്റി തന്നത്. പക്ഷേ പ്രശ്നം അതുകൊണ്ട് തീർന്നില്ല. ചില അഭ്യുദ്ധകാംക്ഷികൾ അദ്ദേഹത്തിന് ഉപദേശിച്ചു, സാറേ ഇത് റിസ്ക്കാണ്, ഈ സ്ത്രീയെ കൂടെ കൊണ്ടു നടക്കരുത്, പ്രത്യേകിച്ചൊരു സ്ത്രീ, കല്യാണം കഴിക്കാത്തൊരു സ്ത്രീ, അവരെ ഒഴിവാക്കിക്കുമെന്ന് അദ്ദേഹത്തിനെ 2-3 ശിഷ്യന്മാർ ഉപദേശിച്ചു. ഇത് വേറെ ചെല്ല വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ആകെ വിഷമത്തിലായി. ഞാൻ അദ്ദേഹത്തിനെ തനിച്ചു പോയി കണ്ട് പറഞ്ഞു, സാറിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, സാറിന് ബുദ്ധിമുട്ടുണ്ടാണ്, ഞാൻ ഒഴിഞ്ഞു വന്നേക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, കവിതയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കവിത വരിക, എങ്ങനെയാണോ ഇതുവരെ തുടർന്നത് അതേ രീതിയിൽ തുടരുക. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നാളെ എൻ്റെ വീട് വരണം. ഞാൻ ചോദിച്ചാൽ എന്തിനാ, അത് വരൂ, വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞാൻ പിറ്റേന്ന് വീട്ടിൽ ചെന്നു. അവിടെയാണ് ഞാൻ ദൈവം എന്നുള്ള സംഗതി കണ്ടത് പ്രത്യക്ഷത്തിൽ. അദ്ദേഹത്തിൻ്റെ അഭിവന്ദ്യമാതാവ്, അവരും ഒരു അധ്യാപികയാണ്, അവരും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, 2 പേരും എന്നെ ഹാർദവമായി സ്വാഗതം ചെയ്തു. എന്ന് മാത്രമല്ല, ഇവിടെ വരണം, ഇവിടെയും ഇരുന്ന് JP മേനോനിലൂടെ ഇരുന്ന് കാര്യങ്ങൾ പഠിക്കണം, ഞങ്ങളുടെ പരിപൂർണമായ പിന്തുണ കവിതയ്ക്കുണ്ട്, ഈ കുടുംബത്തിൻ്റെ മൊത്തം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സഹായം, അത് മാത്രം കൊണ്ടാണ്. അതെ, ആ അമ്മയുടെ അനുഗ്രഹം. എപ്പോഴും ചോദിക്കുന്നത്, JP അവൾ വരുന്നുണ്ടോ കവിത, അവൾക്ക് എല്ലാ സഹായം ചെയ്യണം. ഏത് അർദ്ധരാത്രി വിളിച്ചാൽ പോലും, ഇപ്പം പോലും കഴിഞ്ഞ ദിവസം പോലും ഞാൻ സംശയം ചോദിക്കാൻ ഞാൻ വിളിച്ചു രാത്രി, അദ്ദേഹം ഉത്തരം തരും. ഒരിക്കലും അദ്ദേഹം അസ്വസ്ഥനായിരുന്നിട്ടില്ല, കറുത്ത മുഖത്തിൽ കണ്ടിട്ടില്ല, പ്രസന്നവദനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞത്, അവളൊരു പെണ്ണായി പോയതുകൊണ്ടല്ലേ എല്ലാവരും ഒഴിവാക്കിയത്, ആയതുകൊണ്ട് തന്നെ നീ അവളെ സഹായിക്കണം. അദ്ദേഹം പണ്ടേ അതിന് സമ്മതമായിരുന്നു.
അപ്പോൾ അദ്ദേഹം എന്നെ രക്ഷിച്ചെടുത്ത ആളാണ്, എന്നെ ഉദ്ധരിച്ചെടുത്ത ആളാണ്. മാത്രമല്ല അദ്ദേഹം ഒരു വാഗ്മിയാണ്, ഒരു കോളമിസ്റ്റാണ്. 2023-24 ആണ്ടിൽ ജ്യോതിഷ താന്ത്രിക സഭയുടെ ജ്യോതിഷ കുലപതി പുരസ്കാരം കൈപ്പറ്റിയ ആളാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കയ്യിൽ നിന്ന്. അപ്പോൾ എൻ്റെ മഹാനായ ഗുരുനാഥന് എൻ്റെ പ്രണാമം. തീർന്നില്ല, ഇനി എൻ്റെ ആധ്യാത്മിക ഗുരുനാഥനെ കൂടി എനിക്കൊന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ പേര് തന്ത്രരത്നം അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് എന്നാണ്. അദ്ദേഹം ഏകദേശം 350-ൽ പരം ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ്. ആലുവയിൽ പ്രവർത്തിക്കുന്ന തന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രസിഡൻ്റായും കുലപതിയായും അദ്ദേഹത്തിൻ്റെ നിര്യാണ സമയം വരെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിനെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു ധന്യത, അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയത്. അദ്ദേഹത്തിനേക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് കേരളത്തിലെല്ലാവർക്കും അറിയാവുന്നതായ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ L. ഗിരീഷ് കുമാർ എന്നാണ്. അദ്ദേഹം ശ്രീപുരം, ഇരിങ്ങാലക്കുടയിലുള്ള ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും ഒരു പ്രശസ്തനായ ആധ്യാത്മിക പ്രഭാഷകനുമാണ്. ഞാൻ ഗിരീഷ് ചേട്ടൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥനിലേക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. എൻ്റെ ഗുരുനാഥൻ സ്വർഗീയ മാധവജിയുടെ വത്സല ശിഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ശ്രീവിദ്യാ ഉപാസകനുമായിരുന്നു. എൻ്റെ ഗുരുനാഥനാണ് ആധ്യാത്മികമായിട്ട് എന്നെ ഉദ്ധരിച്ചെടുത്തത്. തകർന്നു കിടന്ന എൻ്റെ മനസ്സിനെ അദ്ദേഹമാണ് യോജിപ്പിച്ച് സ്ഫടിക സമാനാക്കി തന്നത്. തീർച്ചയായിട്ടും അതെ, ഈ രീതിയിൽ ആക്കിയെടുത്തത് തീർച്ചയായും അതെ അതെ. അദ്ദേഹം ആലുവ തന്ത്ര വിദ്യാപീഠത്തിൽ വെച്ചിട്ട് താന്ത്രിക വിധിപ്രകാരം സാമ്പ്രദായികമായ രീതിയിൽ തന്നെ അനുഷ്ഠാനപരമായി തന്നെയാണ് എനിക്ക് മന്ത്രദീക്ഷ തന്നത്. പ്രശ്നം അവിടെയും തീർന്നില്ല. അത് തന്നതിന് ശേഷം അദ്ദേഹത്തിനും വളരെയധികം എതിർപ്പ് നേരിടേണ്ടി വന്നു. താന്ത്രിക മേഖലയിലുള്ള പല വ്യക്തികളും പ്രൗഢമായ സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന് ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന് എല്ലാവരും അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പു എന്താണ് ഈ കാണിച്ചത്? ഒരു സ്ത്രീക്ക് മന്ത്രദീക്ഷ കൊടുക്കുമോ? എന്താ ഇതിൻ്റെ അർത്ഥം? അദ്ദേഹം പൊട്ടിത്തെറിച്ചു. തീർച്ചയായും കൊടുക്കും, തീർച്ചയായും ചെയ്യും. സ്ത്രീ ആയതുകൊണ്ട് എന്താ കുഴപ്പം? എൻ്റെ ഗുരുനാഥൻ മാധവജി അദ്ദേഹം ലിംഗസമത്വം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ആളാണ്. ഞാൻ കൊടുത്തിരിക്കും, എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായവും ചെയ്യും. നോക്കൂ, ഈശ്വരനില്ലേ ചേച്ചി? തീർച്ചയായും എൻ്റെ ഗുരുനാഥൻ്റെ രൂപത്തിലാണ് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് മാത്രമല്ല, അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം താന്ത്രികവുമായ പൂജാതി കാര്യങ്ങളിലെല്ലാം എന്നെ പങ്കെടുപ്പിക്കും. ആവാഹനം മുഴുവൻ നോക്കലും മുഴുവായ കാര്യങ്ങളിൽ എന്നെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചു. എൻ്റെ ഭർത്താവിനും മന്ത്രദീക്ഷ അദ്ദേഹം നൽകി. അപ്പോൾ ഈ ആധ്യാത്മിക ഗുരുനാഥനും ഈ ജ്യോതിഷ ഗുരുനാഥനും എൻ്റെ ധന്യതയാണ്. അപ്പം ചേച്ചി, അങ്ങനെ ഇരിക്കെ പാവക്കുളം അമ്പലത്തിലെ ജ്യോതിഷാലയം ആരംഭിക്കുകയാണ്. പ്രസ്തുത സമയത്തേക്ക് എന്നെ ആ ജ്യോതിഷാലയത്തിലേക്ക് ക്ഷണിച്ച് എനിക്ക് ഇങ്ങനെ ഒരു കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കാൻ അവസരം ഒരുക്കിത്തന്നൊരു മഹാത്മാവുണ്ട്. അദ്ദേഹത്തിനെ കേരളത്തിൽ എല്ലാവർക്കും അറിയാമായിരിക്കണം. അതായത് കോവിഡ് കാലത്ത് നമ്മളെല്ലാം വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്ന സമയത്ത് 2020 ആണ്ടിൽ കർക്കിടകവാവ് സമയത്ത് കേരളത്തിൽ ഇതം പ്രഥമമായിട്ട് മൊബൈല്, ടാബ്, സ്മാർട്ട് ഫോൺ എന്നീ മാധ്യമങ്ങളിലൂടെ കർക്കിടക വാവുബലി ക്രിയകൾ അദ്ദേഹമാണ് നടത്തി തന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം സുപ്രസിദ്ധ ധാനാചാര്യനാണ്, ഒരു പ്രശസ്ത കർമ്മിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇടത്തല്ല ശ്രീ MP വിജയകുമാർ എന്നാണ്. അദ്ദേഹമാണ് പാവക്കുളം എന്ന് പറഞ്ഞ ധന്യമായ ഒരു സ്ഥലത്തേക്ക് എനിക്ക് എൻ്റെ കർമ്മ മേഖലയിലേക്ക് എനിക്ക് ഇരിക്കാനായിട്ടൊരു അവസരം തന്നത്. അദ്ദേഹത്തിന് എൻ്റെ നമസ്കാരം. ഇതാണ് എൻ്റെ ഭഗവാന്റെ സന്നിധിയിലേക്ക് ആ ക്ഷേത്രത്തിലേക്ക് കൈപിടിച്ചു. തീർച്ചയായിട്ടും ഇത്രയും വ്യക്തികളാണ് ഈ എൻ്റെ ജ്യോതിഷം എന്ന് പറഞ്ഞ കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ടതും എനിക്ക് ഒരു ഭാഗതയെ ഒരുക്കി തന്നത്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പലതും കേൾക്കുകയും കാണാൻ പാടില്ലാത്തൊക്കെയായിട്ട് അല്ലെ, നമ്മുടെ ഈ ദാമ്പത്യ ബന്ധം, കുടുംബ ബന്ധങ്ങള് എല്ലാം ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അത് കവിതയിലേക്ക് എങ്ങനെ എത്തുന്നു? കവിത അതെങ്ങനെ അതിനെ മാനേജ് ചെയ്യണോ? കൊള്ളാം, നല്ലൊരു ചോദ്യമാണ് ചേച്ചി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു ദശകം ആയിട്ട് ഞാനിപ്പം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ തുറന്നു പറയാൻ ലജ്ജയുണ്ട്. അവിശുദ്ധ ബന്ധങ്ങൾ, പീഡന കഥകൾ, വഞ്ചനയുടെ കഥകൾ, വിവാഹ മോചന കഥകൾ, ഇതാണ് ഞാൻ കൂടുതലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് വിധത്തിലാണ് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നത് ചിലപ്പോൾ ഞാൻ വിസ്മയപ്പെടാറുണ്ട്. കാരണം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നല്ല മാർഗം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അത് പറ്റില്ല, എനിക്ക് ഈ മാർഗത്തിലൂടെ നടന്നു പോകണം, അത് പിടിക്കപ്പെടാതിരിക്കാനുള്ളതായ ഉപദേശം തരണമെന്നാണ്. അതെങ്ങനെ സാധിക്കും? ഞാനൊരു ജ്യോതിഷിയാണ്, ദൈവജ്ഞൻ എന്നാണ് ജ്യോതിഷിയെ വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് മോശം കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലും കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ടിട്ടുണ്ട്.
ഇപ്പോൾ ഈ സമീപകാലത്താണെങ്കിലും വളരെ പ്രൗഢിയായൊരു സ്ത്രീ, ഒരു കോളേജ് അധ്യാപികയാണ്. അവർ പിന്നെ ദാമ്പത്യത്തിൽ കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടൊരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോയി. ചുരുക്കം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈക്യാട്രിസ്റ്റായിട്ട് അവർ അവിശുദ്ധ ബന്ധത്തിലേക്ക് എത്തിപ്പെട്ടു. നോക്കണം, ആലോചിച്ച് നോക്കണം, എന്തിനു വേണ്ടി ചെന്നു, ഏതായി തീർന്നു. അതുകൊണ്ടും തീർന്നില്ല, അത് അവരുടെ കുടുംബത്തറിഞ്ഞു, മകളറിഞ്ഞു. മകളുടെ പ്രേമ ബന്ധം അമ്മയ്ക്ക് വിലക്കാൻ പറ്റാതായി. അവരാകപ്പാടെ ഒരു ചതിക്കുഴിയിലാണ് പെട്ടത്. അവരെ കരകയറ്റിയെടുക്കാൻ വളരെ എനിക്ക് ബന്ധപ്പെടേണ്ടി വരുന്നു. അതിന് എനിക്കൊരു സുഹൃത്തിൻ്റെ സഹായം കൊണ്ടാണ്, അവളൊരു സൈക്കോളജിസ്റ്റായിരുന്നു, അവളുടെ കൂടെ സഹായം കൊണ്ടാണ് ഞാൻ അവരെ ഒരുവിധം പൊക്കിയെടുത്തത് എന്ന് പറയാം. പക്ഷേ പല ആളുകൾ ഇത് അതല്ല സ്ഥിതി. അവർക്ക് ഒന്നും ഉദ്ധരിക്കപ്പെടണ്ട, ഇങ്ങനെ തന്നെ മതി എന്നുള്ള ചിന്താഗതിയാണ്. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗമാണോ അതോ ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് അതിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ളതായ കുത്തഴിഞ്ഞതായ കേട്ടോ സദാചാര വിരുദ്ധമായ പല കാര്യങ്ങളുമാണ് ഇപ്പോൾ വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ നിസ്സഹായമാകുന്നു, ചിലപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറേണ്ടി വരുന്നു. വളരെ ചെറിയ ഒരു ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളോട് സഹകരിച്ച് നിൽക്കുന്നത്, എനിക്ക് രക്ഷപ്പെടണം എന്ന് പറയുന്നവർ. അങ്ങനെ ഒരു ശതമാനം ഉണ്ട്, ഇല്ലെന്നല്ല, എല്ലാവരും ഞാൻ ഒറ്റയടിക്ക് പറയുന്നില്ലെങ്കിലും ആ ശതമാനം വളരെ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയമാണ് ഈ സമീപകാലത്തായിട്ട് ഞാൻ രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ശതമാനമേ ഉള്ളൂ ചേച്ചി, ചെറിയ. അതിലിപ്പോൾ എല്ലാത്തിലും ലജ്ജാകരമായി കാണുന്ന കുടുംബിനികളാണെന്നുള്ളതാണ്. വലിയ മക്കളുള്ളതായ സ്ത്രീകളുടെ കാര്യങ്ങളാണ് നമുക്ക് വിഷമെടുക്കണം. നമ്മളൊക്കെ ഈ പ്രായത്തിൽ നിൽക്കുന്നതല്ലേ, അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നൊരു ലജ്ജ, ഒരു സ്ത്രീ എന്നുള്ളതിൽ ജ്യോതിഷനില്ല, എനിക്കത് വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് കവിത ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് കവിത പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക്. ഒരു സ്ത്രീയായി എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്. മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാരും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും എല്ലാം വരുന്നുണ്ട്, സ്ത്രീകളാണ് അധികം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരുന്ന സ്ത്രീകളുടെ അടുത്ത് അവരുടെ പ്രശ്നം എന്നുള്ളത്, അതായത് ജ്യോതിഷപരമായ കാര്യം കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി ആദ്യം ഒരു വൈകാരികമായ പിന്തുണയാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെല്ലാം തുറന്നു പറയാൻ സന്നദ്ധവും. പക്ഷേ അത് തന്നെ ചിലപ്പം വിനയാവുന്നുണ്ട്, കാരണം അവർ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഭാഗവതത്തിൽ കരികാല വർണ്ണനയെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് ചേച്ചിക്ക് അറിയാതിരിക്കില്ല, അതൊക്കെ തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പോൾ യൂട്യൂബിലും ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ കുറെ ആൾക്കാർ വളരെ സത്യസന്ധമായിട്ട് ജ്യോതിഷത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പലരും പല രീതിയിൽ കാണുന്നുണ്ട്. ഇപ്പൊ പലരും ഇത് ഏത് വിശ്വസിക്കണം, ഇതിപ്പോ ഏത് അവിശ്വസിക്കണം എന്നുള്ളതാണ്. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ബലം കിട്ടും, അങ്ങനെ ഒരു കുട്ടികളിലേക്ക് എത്തുകയാണ് അത്. അപ്പൊ കുട്ടികളും വിചാരിക്കുക പഠിക്കാണ്ട് നമുക്ക് മാർക്ക് കിട്ടില്ലോ എന്ന് പറഞ്ഞ സൈസാണ് ഇപ്പൊ. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും, പണ്ട് അങ്ങനെയല്ലല്ലോ, ഇന്നത്തെ കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയകളിലും ഇപ്പൊ ചേച്ചി പറഞ്ഞ മാതിരിയുള്ളതായ പ്രസ്താവന നടത്തുന്നതിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അതായത് തീർത്തും വ്യക്തിനിഷ്ഠമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഭാഗിക സത്യങ്ങളേ ഉള്ളൂ. അതായത് ഭാഗിക സത്യങ്ങളെ പർവ്വതീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കുന്നു, പരിഭ്രാന്തരാകുന്നു. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ളതായ ഈ ടെക്നോളജി ഒന്നും വികസിച്ചിട്ടില്ല. പക്ഷേ അക്കാലത്ത് അപ്പൂപ്പന്മാര് അമ്മൂമ്മമാര് അവരുടെ ഉപദേശങ്ങൾ, പത്രവായന, നിരന്തരമുള്ള പത്രവായന, വീടിനകത്തും പുറത്തുമുള്ളതായ ആശയവിനിമയം, അങ്ങനെ ഒരുപാട് നല്ല നല്ല വസ്തുതകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം പോയി. എല്ലാവരുടെയും കണ്ണും കാലും മനസ്സും ഈ പറഞ്ഞതായ സോഷ്യൽ മീഡിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം അതാണ് ലോകം, അതാണ് സത്യം എന്നാണ് വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു ലോകം ഉണ്ടെന്ന് കരുതുന്നില്ല. അതിന്റെ കുഴപ്പമാണ്. പിന്നെ പണ്ട് കൂട്ടുകുടുംബാണ്, തീർച്ചയായും നമ്മളെ മുത്തശ്ശൻ അമ്മൂമ്മ അവരൊക്കെ പറഞ്ഞത് നമ്മൾ കേൾക്കുക, നമ്മൾ ജീവിക്കുകയാണ്. അതെ, ജീവിക്കുക. ഇതിപ്പോ ഒന്നാമത്തെ കാര്യം ജീവിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. യാന്ത്രിക ലോകത്ത് ജീവിക്കുന്നു, യന്ത്രത്തിനെ പോലെ ജീവിക്കുന്നത്. അപ്പൊ ഇതില് ഭാഗിക സത്യമുള്ളതാണ്. കാരണം ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് പർവ്വതീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു വിഭാഗം ആളുകളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിലൊന്നും കാരണം ഇതിനെല്ലാം ആധാരമായി ഒരു നല്ല ഈശ്വര വിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് പ്രാർത്ഥന. തീർച്ചയായിട്ടും. അപ്പോൾ തെറ്റേത് ശരിയേത്, ഏതെടുക്കണം ഏത് പുറന്തള്ളണം എന്നുള്ളൊരു ഉൾക്കാഴ്ച ആർക്കും കിട്ടും. എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾക്ക് കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്, കൊച്ചു കുട്ടികളെ മാതാപിതാക്കൾ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അതെ, ശരിയാണ്. അപ്പം ഇതിൽ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിനൊന്നും ഇങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കരുത്. എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം പ്രസ്താവനകളിൽ ഞാൻ ആരെയും വിമർശിക്കുകയല്ല, പക്ഷെ ഇതിലൊക്കെ ഭാഗിക സത്യം ഞാൻ കാണുന്നുള്ളൂ. പറഞ്ഞത് വളരെ ശരിയാണ്. പരിഭ്രാന്തരാകാതിരിക്കുക. ഞാനും പഴയ ഒരു നാലുകെട്ടിലുള്ളതാണ്. അപ്പൊ എനിക്ക് അവിടുന്ന് വന്നേക്കണ ഒരുപാട് ആചാരങ്ങളുണ്ട്. ഞാനിപ്പോഴും ആ ആചാരങ്ങളിൽ നിന്നൊന്നും മാറാറില്ല കവിത. അപ്പൊ ആചാരങ്ങൾ അച്ഛനും അമ്മയും ചെയ്തത് ഞങ്ങൾ ചെയ്യണു, ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളുടെ മകള് ചെയ്യണു, മകളെ കണ്ടിട്ട് പിന്നത്തെ തലമുറ ചെയ്യണു.
കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കുടുംബ പ്രശ്നങ്ങൾ കാണിച്ചാൽ ആരും തമ്മിൽ പരസ്പരം ആശയവിനിമയം ഇല്ല. അച്ഛനൊരു ലോകത്ത്, അമ്മയൊരു ലോകത്ത്, കുട്ടികൾ വേറൊരു ലോകത്ത്, ആരും തമ്മിൽ പരസ്പരം ബന്ധമില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ആശയവിനിമയം ഇല്ലാത്തതാണ്. സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജന്റെ ഒരു വാക്കുണ്ട്. അദ്ദേഹം ഒരു പ്രസിദ്ധനായ സന്യാസിയുണ്ടോ, സംസാരം കൊണ്ടാണ് സംബന്ധം ഉണ്ടാകുന്നത്. സത്യമാണ്. സംബന്ധം ഉണ്ടാകുന്ന വെച്ചാൽ അടുപ്പം ഉണ്ടാകുകയാണ്. സംസാരം ഇല്ലാതാകുന്നത് സംബന്ധമില്ലാണ്. കംപ്ലീറ്റ് ഇതിലേക്ക്, ഏത് ഈ പുതിയ ടെക്നോളജിയിലേക്ക്, അപ്പൊ അതിലേക്ക് മാത്രം ഏകീകരിക്കപ്പെടുന്നു മനസ്സ്. അതിന്റെ കുഴപ്പമാണ്. പിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ആചാരങ്ങൾ കുട്ടികളിലേക്ക് ആക്കണം. ഇപ്പൊ നമ്മൾ സന്ധ്യക്ക് വിളക്ക് കൊളുത്തണമെന്ന് വിചാരിച്ചാൽ ആ വിളക്ക് കൊളുത്തുന്ന നേരത്ത് നമ്മുടെ അച്ഛനും അമ്മയും ആൾക്കാരും വന്നിട്ട് ഒരു 3 വട്ടം നാരായണാന്നോ നമശിവായാന്നോ, അപ്പൊ ആ വീട്ടിലെ ആ ഗൃഹനാഥ, അതിന് അച്ഛനും അമ്മ എവിടെ? അച്ഛൻ പകല് ഡ്യൂട്ടി, അമ്മ രാത്രി ഡ്യൂട്ടി, അല്ലെങ്കിൽ മറിച്ച്. അപ്പൊ അതുപോലെ ഭക്ഷണം കഴിക്കുന്ന നേരത്തായാലും ഇല്ല, മൂല്യശോഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും ചെയ്യാനില്ല. കഥ നമ്മള് കേട്ട് വളരുകയാണ്. നമ്മുടെ മടിയിലൊക്കെ കുട്ടികൾ വന്ന് കിടക്കണം, നമ്മള് തലയൊക്കെ ചൊറിഞ്ഞു കൊടുക്കും, നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇന്നിപ്പോ അതൊന്നും കുട്ടികൾക്കും സമയമില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഈ യാതനകളോ ദുരിതങ്ങളോ ദാരിദ്ര്യങ്ങളോ അറിയണില്ല, കഷ്ടപ്പാട് അറിയണില്ല. അതെ, അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നം. അപ്പൊ അവരുടെ കുറ്റമല്ല, കാലം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാലം. ഒരു അശുദ്ധമായിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എത്ര കഷ്ടപ്പെട്ടു, ഞാൻ എത്ര നടന്നു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തിട്ടുണ്ട്, എത്ര കിലോമീറ്റർ പോയിട്ടാണ് ഞാൻ പഠിച്ചേ, ഞാൻ മാങ്ങ കയറി മാങ്ങ ഉണ്ടാക്കി ഓരോന്ന് ചെയ്തിട്ടുണ്ട്, അമ്മയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛനൊക്കെ എൻജോയ് ചെയ്ത് ജീവിച്ചു അല്ലേ, അമ്മയൊക്കെ എൻജോയ് ചെയ്ത് ജീവിച്ചു അല്ലേ എന്ന്. ഇന്ന് ആ എൻജോയ് ചെയ്ത് ചെയ്യാൻ ആ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ, മാങ്ങ പൊട്ടിക്കാൻ അറിഞ്ഞുകൂടാ. ചേച്ചി 12 വയസ്സ് വരെ കറണ്ട് ഇല്ലാത്തൊരു വീട്ടിൽ ജീവിച്ച ആളാണ്. അത് മണ്ണെണ്ണ വിളക്കിൽ പഠിച്ച ആളാണ്. എൻ്റെ പുത്രനോട് അത് പറഞ്ഞിട്ട് ആശ്ചര്യപ്പെടുകയാണ്. അമ്മ കറണ്ട് പോയാൽ തന്നെ 10 മിനിറ്റ് വിടില്ല. അമ്മ പറഞ്ഞു, അമ്മ ഫാനൊന്നും ഇല്ലാതെ കറണ്ടൊന്നും ഇല്ലാത്ത വീട്ടിലാണ്. പക്ഷെ അത് വളരെ സന്തോഷമുണ്ട് കേട്ടോ, സന്തോഷം. കാരണം ദുരിതങ്ങൾക്കും ദാരിദ്ര്യത്തിനൊക്കെ ഒരു കുറച്ച് പാഠങ്ങൾ നമുക്ക് ജീവിതത്തിൽ തരാൻ പറ്റും. ശനിയുടെ ഒരു വിളയാട്ടമാണ് അത്, വലിയൊരു കാര്യം തന്നെയാണ്. അത് ശനിയെ പറ്റിയിട്ട് പറഞ്ഞപ്പോ കുറച്ച് കേൾക്കാനുണ്ട്. ശനിയെ പറ്റി ഓഹോ പറഞ്ഞോളൂ, എന്താണ് ചേച്ചി കേക്കട്ടെ. ഈ ഇപ്പൊ എന്താ കാര്യം പറഞ്ഞു ജേഷ, എല്ലാരും ശനി ദശ അങ്ങോട്ട് വന്നു, 7 ശനിയാണ്, ശനിയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിപ്പിച്ചാണ്. അപ്പൊ ഇതിലാണ് മുഴുവൻ ഇങ്ങനെ വരണത്. അപ്പൊ ഈ ശനി ഭഗവാൻ, പക്ഷെ ശനി ഭഗവാൻ മാത്രമേ ശനി ഈശ്വരനുള്ളൂ അല്ലേ? അതെന്താണ് അതില്. അപ്പൊ അത് ആ ശനി ഭഗവാനെ പറ്റിയിട്ട്, ശനീശ്വരനെ പറ്റിയിട്ട്, 7 ശനി, 2 ശനി, അപ്പൊ അതിനെ നമുക്ക് അതിജീവിച്ചേ പറ്റുള്ളൂല്ലോ. പലരും പേടിക്കുകയാണ് ഇപ്പൊ, എന്ത് ചെയ്യണം എന്നറിയാതെ. അത് അതിനെ പറ്റിയിട്ടൊന്ന് കേൾക്കട്ടെ. അപ്പോൾ അതിജീവിക്കുക എന്നുള്ള വാക്ക് ചേച്ചി ഉപേക്ഷിക്കൂ, സഹവർത്തിത്വത്തിൽ പോകാന്നാണ് പറയേണ്ടത്, അതിജീവിക്കുകയല്ല അത് കേട്ടോ. അപ്പൊ ശനിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇതുവരെ ചോദിച്ച കാര്യങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, കാരണം ഞാൻ വ്യക്തിപരമായിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഗ്രഹമാണ് ശനി. ഇപ്പോഴല്ല, ഒരു 1/4 നൂറ്റാണ്ട് മുമ്പേ തന്നെ. അപ്പം ദുഃഖം ദിനേശാത്മജ എന്നാണ് പ്രമാണം. അതായത് സൂര്യപുത്രനായ ശനിയുടെ തനത് ഭാവം ദുഃഖമാണ്. അപ്പോൾ ദുഃഖത്തിന്റെ കാരകനായ ശനി ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് വളരെ ഇഷ്ടമാണ് ശനി. കാരണം അച്ചടക്കം പഠിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി. അഹങ്കാരത്തിലേക്ക് കൊണ്ടുവിടാതിരിക്കാൻ നമ്മളെ അച്ചടക്കം പഠിപ്പിക്കും. അച്ചടക്കം പഠിപ്പിക്കണമെങ്കിൽ കുറേ ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നേ പറ്റൂ. ദുഃഖാനുഭവങ്ങളിലൂടെ പറയുമ്പോൾ അത് കുറച്ച് വേദാന്തപരമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കും. തീർച്ചയായിട്ടും എല്ലാത്തിലും ഉപരിയായി നിൽക്കുന്നത് പരമ്പൊരുളാണ് എന്നുള്ളത് ഒരു ധാരണ വ്യക്തിക്ക് വരും. അപ്പോൾ ഈ 7 ശനി കൊണ്ടോ കണ്ടകശനി കൊണ്ടോ ഒക്കെ ചിന്തിക്കുന്നതാണ്. വ്യക്തികൾ എല്ലാ തരത്തിലും അച്ചടക്കമുള്ള വ്യക്തിരാ, സാമ്പത്തികമായി, വൈകാരികമായി, സാമൂഹികമായി, എല്ലാ തരത്തിലും ആ അച്ചടക്ക ലംഘനം നടത്തുന്ന വ്യക്തികളെയാണ് ഈ ശനി ഉപദ്രവിക്കുന്നത്. അച്ചടക്കത്തിൽ ആര് പോകുന്നോ അവർക്ക് നല്ലത്, അച്ചടക്ക ലംഘനം ആര് നടത്തുന്നോ അവരെയാണ് ശനി ഉപദ്രവിക്കുന്നത്. ഉപദ്രവിക്കുക എന്നല്ല പറയേണ്ടത്, അവരെ അച്ചടക്കം പഠിപ്പിച്ചെടുക്കുക. ഇപ്പോൾ സ്കൂളിൽ നമ്മുടെ കാലത്ത്, ഇപ്പോഴത്തെ അല്ല, പണ്ട് കാലത്തൊക്കെ എൻ്റെയൊക്കെ ടീച്ചർമാർ പാവാട പൊക്കിയ അടിച്ച് പൊളപ്പിച്ചുണ്ട്, കയ്യിലടിക്കുക, ക്ലാസ്സിന് പുറത്ത് നിർത്തുക, ഇമ്പോസിഷൻ എഴുതിപ്പിക്കുക, ആ ബെഞ്ചമ്മക്കേറ്റ് നിർത്തുക ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ശനി ഭഗവാൻ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, ഇതൊക്കെ എന്തിനു ചെയ്യുന്നത് അവര്? അതെ. അപ്പോൾ ഞാൻ എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ ഹെഡ് മിസ്ട്രസ് എന്നെ വിളിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് അറിയാം നിനക്ക് ഒട്ടും ഇഷ്ടമല്ല, അത്രമേൽ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് ഉപദ്രവങ്ങൾ, എനിക്കറിയാം. പക്ഷെ എന്തിനാണെന്ന് നീ പിന്നീട് മനസ്സിലാക്കും. ഇത് നിനക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുന്നു. ഏതായാലും അത് കേട്ട് ഞാൻ വല്ലവിധേന മുടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളായിരുന്നു. പക്ഷേ ആ മഹതി പറഞ്ഞ കാര്യങ്ങൾ എത്ര വലുതായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു തന്നത്.
അച്ചടക്കത്തിന്റെ പ്രാധാന്യം, ഗുരുക്കന്മാരുടെ അടുത്ത് പോയി അത് ഇവിടം വരെ എത്താൻ. അപ്പൊ ശനി എന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ ശനിക്കാണ് ശനീശ്വരൻ എന്നുള്ള പദവി, ഈശ്വര പദവി. അപ്പൊ ശനി എന്ന് പറഞ്ഞാല് ശനിയെ പോലെ കൊടുക്കുന്നവനുമില്ല, ശനിയെ പോലെ കെടുത്തുന്നവനുമില്ല. കൊടുത്താൽ കൊടുത്താണ്, കെടുത്തിയാൽ കെടുത്തുകയും ചെയ്യും. പക്ഷെ ആത്യന്തികമായിട്ട് പറയാനുള്ളത് ശനി നന്മകൾ ചെയ്യുന്നൊരു ഗ്രഹമാണ്. ശനിയിലൂടെ നമ്മൾ ഈശ്വരനെ അടുത്തറിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനിപ്പോൾ ശനീശ്വരൻ എന്നുള്ള പേര് തന്നെ വന്നത്. എനിക്ക് ജ്യോതിഷം ഭയങ്കര വിശ്വാസമാണ്. എന്താ വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും കണ്ടിന്യൂ ചെയ്ത് അങ്ങനത്തെ അവിടുന്ന് ഞാൻ പോകുന്നത് കാരണം എൻ്റെ ആചാരങ്ങളും ജ്യോതിഷത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എൻ്റെ അടുത്തും പലരും സംസാരിക്കും, പലർക്കും ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ട്, പകുതി വിശ്വാസമുള്ളവരുണ്ട്. ഇത് മുഴുവൻ സത്യമാണോ? അങ്ങനെ ജ്യോതിഷം പലർക്കും കാര്യസാധ്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കാര്യസാധ്യവും സങ്കടങ്ങളും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ കവിതയുടെ അടുത്ത് ഒരാളെത്തണത്. തീർച്ചയായിട്ടും. അപ്പൊ കവിത അത് എങ്ങനെ കൈകാര്യം ചെയ്യണം? ശരി, ചേച്ചി ചോദിച്ച ഉത്തരം പറയുകയാണെങ്കിൽ, അതായത് വിശ്വാസം അവിശ്വാസം എന്ന് പറഞ്ഞ സംഗതിയൊക്കെ വ്യക്തിനിഷ്ഠമാണ്. അതൊരു ഒരാളുടെ ആന്തരിക പ്രകൃതിയെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്. അതിനെപ്പറ്റി ജ്യോത്സ്യൻ ഒട്ടും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ ഒരു പ്രസ്താവ് വന്നാൽ, പ്രസ്താവ് എന്ന് വെച്ചാൽ നമ്മളോട് ചോദ്യം ഉന്നയിച്ച് വരുന്ന വ്യക്തി, ആ വ്യക്തി വന്നിരുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാര്യം ജ്യോത്സ്യൻ എങ്ങനെയാണ് ഗണിച്ചു പറയുന്നതനുസരിച്ചിട്ടാണ് ഈ വിശ്വാസം അവിശ്വാസം രൂപപ്പെടുന്നത്. മനസ്സിലായി? അതായത് അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് അത് വിശ്വാസയോഗ്യമാണ് എന്ന് വന്നിരിക്കുന്ന ആൾക്ക് ബോധ്യപ്പെടണം. ബോധ്യപ്പെടുത്തുക എന്നുള്ള ജ്യോത്സ്യൻ്റെ കർത്തവ്യമല്ല, അത് അവർ ബോധ്യപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഈ വിശ്വാസം അവിശ്വാസം ഉരുത്തിരിയുന്നത്. പിന്നെ അതിന് ഒപ്പം തന്നെ അനുബന്ധമായിട്ട് പറയാനുള്ളൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വര വിശ്വാസമുള്ളൊരു വ്യക്തി ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യം നോക്കാൻ വരുന്നത്. ഈശ്വര വിശ്വാസമാണ് എന്തിൻ്റെയും കാതൽ. ആ വിശ്വാസത്തിൽ ഊന്നി ചെയ്യുന്നതായൊരു പ്രവൃത്തി തന്നെയാണ് ഈ ജ്യോതിഷം. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസിയായൊരു വ്യക്തി, ഈശ്വര വിശ്വാസിയായ വ്യക്തി ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് വന്ന് ആത്മാർത്ഥമായി ഒരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു നല്ല മറുപടി പരിഹാരം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പം കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആരും സത്യങ്ങൾ പറയണില്ല. സത്യങ്ങൾ പറയുന്നില്ല. ജ്യോത്സ്യൻ്റെ അടുത്തും ഇപ്പം നമ്മൾ വക്കീലിൻ്റെ അടുത്തും ഡോക്ടറുടെ അടുത്തും ഒന്ന് ഒളിച്ചു വെക്കരുതെന്ന് പറയും. അത് ജ്യോത്സ്യൻ്റെ അടുത്തും ബാധകമാണ്. പലരും ഒളിച്ചു വെക്കണം. ചിരണ്ടിയും മാന്തിയൊക്കെയാണ് ജ്യോത്സ്യം പലതും പുറത്ത് കൊണ്ടുവരേണ്ടത്. ഈ ജ്യോത്സ്യം നോക്കണ ആൾക്ക് അവർ ജാതകവും സകലതും തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വള്ളി പുള്ളി ഇതാണ്ട് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അത് മനസ്സിലാവും, പക്ഷെ എങ്കിലും വിട്ടുതരില്ല. ഇതിപ്പോ അപ്പോൾ ഒരു പരിധിവരെ നമ്മളും അതിനായിട്ട് ഇപ്പം ശ്രമിക്കുന്നില്ല. കാരണം വരുന്ന ആളുകൾക്ക് അവരുടെ അവസ്ഥാവിശേഷം എന്താണെന്നുള്ളത് വെളിപ്പെടുത്താൻ പറ്റാത്തിടത്തോളം ജ്യോത്സ്യം മെനക്കിടുന്നതിന് വലിയ അർത്ഥമില്ല. പറയണം, നമ്മളോട് സഹകരിക്കണം. അതെ, അത് ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരാൾ പ്രശ്നം വെക്കാൻ പറ്റുന്നിടത്ത് ഞാൻ ആരോടും എന്താണ് നിങ്ങളുടെ വിഷയം അങ്ങോട്ട് ചോദിക്കാറില്ല. ഇപ്പം ചേച്ചി എൻ്റെ അടുത്ത് വന്നു, ഒരു കവിത എനിക്ക് എൻ്റെ കാര്യം നോക്കണമെന്നാൽ എന്താ ചേച്ചിയുടെ പേര് എന്നതാണ്, വയസ്സെത്ര, നാളെന്താ, വീട്ടുപേരെന്താ, ഞാൻ രാശി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കണ്ട കാര്യം എന്ത് എന്നുള്ളത് ഞാൻ പ്രസൻറ്റ് ചെയ്തതിന് ശേഷമാണ് ചേച്ചിക്ക് ഇങ്ങോട്ട് സംസാരിക്കേണ്ട അവസരം ഞാൻ തരുന്നുള്ളൂ. അപ്പം ഞാൻ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാമല്ലോ ഞാൻ പറഞ്ഞ സത്യമാണോ അല്ലയോ, വാസ്തവികതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനനുസരിച്ചാണ് ചേച്ചി മറുപടി തരിക. അപ്പോൾ അതിലൂടെയാണ് ഈ വന്നിരിക്കുന്ന വ്യക്തിക്ക് വിശ്വാസം അവിശ്വാസം ഉടലെടുക്കേണ്ടത്. അപ്പം വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവരവരുടെ ഹൃദയം തുറക്കാൻ സന്നദ്ധമായിരിക്കണം. സന്നദ്ധമായാൽ മാത്രമേ നമുക്ക് ഇതിനൊരു സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സമീപകാലത്ത് ഒരു സ്ത്രീ എന്നെ സമീപിച്ചിരുന്നു, ഒരു വർഷത്തിന് മുമ്പാണ്. അപ്പോൾ അവർ അവകാശപ്പെടുന്ന ഒരു ഗുരുവായൂർ വഴിപാടുകൾ ചെയ്തു, എന്തിന് നമ്മുടെ അമ്പലത്തിൽ പോലും അന്നദാനത്തിന് നല്ലൊരു തുക ഡൊണേഷൻ തന്നു, എറണാകുളം അമ്പലം, അങ്ങനെ പല സ്ഥലങ്ങളുടെ കാര്യം വന്നു. പക്ഷെ അവർ പ്രശ്നം വെച്ചപ്പോൾ ആദ്യം തന്നെ അങ്ങേയറ്റം ദൈവാധീന കുറവ് കണ്ടത്, അത് അവരെ അമ്പരപ്പിച്ചു എന്നുള്ളതാണ്. എന്ത് എൻ്റെ ജാതകം ഇതാ തന്നുള്ളൂ, ജാതകപ്രകാരം താങ്കൾ പറഞ്ഞ സമയം ഒട്ടും മോശമില്ല, നല്ലതാണെന്ന്. പക്ഷെ ഞാൻ ഇത്രയധികം വഴിപാടുകൾ കഴിച്ചിട്ട് എനിക്ക് ദൈവാധീനം കുറവ്, എന്താ അതിൻ്റെ കാര്യം? തീർച്ചയായും ഒരു കാര്യമുണ്ട്, പിന്നെന്താണ് അതിലെ കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു, തുറന്നു പറയുമ്പോൾ പരിഭവം വിജയിക്കരുത്, താങ്കൾക്ക് അന്ധക്കരണ ശുദ്ധി ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കണേ. എന്താ മാഡം പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അതെ, പരിഭവിക്കരുത്, അപ്രിയ സത്യമാണ് പറയണത്. താങ്കളുടെ മോട്ടീവ് എന്നുള്ളത് നല്ലതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, അത് ബൈബിളിലൊരു വാചകമുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർന്ന്. അപ്പോൾ അത് ഇതിലും ബാധകമാണ്. പിന്നീട് ഞാൻ ആ വ്യക്തിയെപ്പറ്റി അറിയുന്നത് വെച്ചാൽ പത്രവാർത്തയിലൂടെയാണ്. നമ്മുടെ എല്ലാ പ്രധാന ദിനപത്രങ്ങളുടെയും ആദ്യത്തെ പേജിൽ തന്നെ അവർ ഒരു പണം തട്ടിപ്പ് കേസിൽ പ്രതിയായി പിടിക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ അവർക്ക് ദൈവാധീനം മരണം എന്നുള്ളതിൻ്റെ കാരണം ചേച്ചിക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ തട്ടിപ്പ് കൊണ്ടുള്ള പണം ഗുരുവായൂർ കൊണ്ട് കൊടുത്തിട്ട് എന്ത് സാധിക്കണം?
അതെ. അപ്പം അവർ ചോദിക്കാൻ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എന്താണെന്നാണ്. അപ്പോഴും അവർ എന്താ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് നവഗ്രഹങ്ങൾ സമ്മതിച്ചു തരണ്ടേ? അതെ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ പലപ്പോഴും ജ്യോത്സ്യന് വിഷമസന്ധിയിലാകാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദൈവാധീനം മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് എനിക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആരായേണ്ടത്. സമീപകാലത്തൊരു സ്ത്രീ വന്നിട്ട് അവരുടെ ഭർത്താവ് അവരോട് അകന്നു നിൽക്കുകയാണ്. ഭർത്താവ് ഇപ്പോൾ എന്നെ വിളിക്കുന്നില്ല, കാണുന്നില്ല. അഥവാ വന്നാൽ തന്നെ വൈകുന്നേരം വരും, രാവിലെ ഇറങ്ങിപ്പോവും. എൻ്റെ ഭർത്താവിനെ എന്നിലേക്ക് എങ്ങനെയെങ്കിലും അടുപ്പിച്ച് തരണം. ന്യായമാണല്ലോ ആവശ്യം ചോദിച്ചത്. പ്രശ്നം വെച്ചപ്പോൾ അവർക്ക് ദൈവാധീനമില്ല. അപ്പം ഞാൻ ചോദിച്ചു, ദൈവാധീനമില്ല, അവിടെയും പ്രശ്നം വന്നു. ഞാൻ ദൈവഭക്തിയാണ്, ഇപ്പോഴും ഞാൻ അമ്പലത്തിൽ നിന്നാണ് വന്നു കയറിയത്, നിങ്ങൾക്ക് എന്താ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ എന്താ പറയാനുള്ളത്? അപ്പം ഞാൻ ചോദിച്ചൊരു കാര്യം ചെയ്യും, അത് വിടും. നിങ്ങളുടെ വിവാഹം നടത്തി തന്ന ആൾക്കാരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും നിങ്ങളുടെ ബന്ധുക്കളും, അവരിതിൽ ഇടപെടുത്തണം. എന്താ പ്രശ്നങ്ങളെന്ന് അവർ സംസാരിച്ച് പരിഹരിക്കട്ടെ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ രണ്ടുപേരും ബന്ധുക്കൾ ഈ വിവാഹത്തിൽ സഹകരിച്ചിട്ടില്ല. അതെന്താണോ? ഇപ്പം അതെന്ത് ഓടിപ്പോകുന്നതാണോ? സ്നേഹിച്ചുള്ള വിവാഹമാണ്. അപ്പോൾ പറഞ്ഞു, ഞാനും അദ്ദേഹം തമ്മിൽ ലിവിങ് ടുഗദറാണ്. ലിവിങ് ടുഗദർ എങ്ങനെയാണ് ഒരു ഭർത്താവാകുന്നത് വെച്ച് തീർന്നില്ല. ആ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ വ്യക്തി ഭാര്യയും 2 മക്കളും ഉള്ളൊരുവനാണ്. ഈ സ്ത്രീ 2 മക്കളുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഭർത്താവ് എന്നുള്ളതായ രീതി ഞാൻ വ്യവഹരിക്കേണ്ടത്? എങ്ങനെയാണ് ഞാൻ പരിഹാരം കാണേണ്ടത്? അവരോട് ഞാൻ എങ്ങനെ മറുപടി പറയണം? അപ്പം ഇങ്ങനെ ചില സങ്കീർണമായ വിഷയങ്ങൾ വരും. എന്നിട്ടും അവർ സഹകരിക്കാൻ തയ്യാറായില്ല. അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിട്ട് അവർ പിടിച്ച പിടിയിലാണ്, എനിക്ക് ഇയാളെ അടുപ്പിച്ച് തരണം. അതെങ്ങനെ ധാർമ്മികമാകും? അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിനകത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പല ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്, എന്നാൽ നിങ്ങളെപ്പോൾ സംസാരിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. പല ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയാൽ പിന്നെന്തിന് എൻ്റെ അടുത്ത് വന്നു? എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയാം. അപ്പം നമ്മൾ പരുഷമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് അപ്പം വരുന്ന ഒരു അപവാദമാണ്. പക്ഷേ അതിനൊന്നും ഞാനിപ്പോൾ അങ്ങനെ വലിയ മുഖവരയ്ക്ക് എടുക്കുന്നില്ല. സത്യസന്ധമായി ജോലി ചെയ്യുക, സത്യത്തിനോടൊപ്പം നിൽക്കുക, സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വിശ്വാസം അവിശ്വാസം ഒക്കെ വരുന്നത്. ഇപ്പം കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ജ്യോത്സ്യന്മാർ നിസ്സഹായരാണ്. കാരണം അത്രയധികം പുറത്തു പറയാൻ പറ്റാത്ത വിവരങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതെ, എല്ലാ ജ്യോത്സ്യന്മാരുടെ അടുത്തും അതെ. ഇപ്പോൾ ഒരു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ അതാ വളരെ വിഷമസന്ധിയിലെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ കവിതയുടെ അടുത്ത് പല ജാതകത്തിൽ പലതരത്തിൽ പല പ്രശ്നങ്ങളായിട്ട് പല വ്യത്യാസങ്ങളായിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ അതിൽ ഓരോരോ ഇതുണ്ട്, എന്താ പറയുക, സർപ്പദോഷത്തിനെ പറ്റിയിട്ടും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് കവിത എങ്ങനെയാണ് അതിനെ? ചേച്ചി പ്രശ്നപരിഹാര മാർഗങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ പ്രശ്നപരിഹാര മാർഗങ്ങളെ പറ്റി പറയുന്നതുമായി ജ്യോതിഷം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിൽ ഒരു 4-5 ഘടകങ്ങളുണ്ട്. ഇപ്പം മുഹൂർത്തം നോക്കുക, അവിടെ നമ്മൾ പരിഹാര മാർഗത്തിൻ്റെ വിഷയം വരുന്നില്ല. മുഹൂർത്തം നോക്കി കൊടുക്കണം. പിന്നെ പൊരുത്തം നോക്കുന്നു, അവിടെയും ഈ പരിഹാര മാർഗം വരുന്നില്ല. പിന്നെ ജാതകം എഴുതി കൊടുക്കുന്നു, ജാതകത്തിൽ തന്നെ പിന്നെ ദശാകാലങ്ങൾക്ക് പൊതുവായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എഴുതി തന്നെയാണ് പോകുന്നത്. പക്ഷെ പ്രശ്നമിക്കുക എന്ന് പറഞ്ഞ സംഗതി തുലം വ്യത്യസ്തമാണ്. ഒരാൾ വരുന്നു, അവരുടെ മകൻ പഠിത്തത്തിൽ പിന്നോക്കമാണെന്ന് പറയുമ്പം സങ്കല്പിക്കുക, അതാണ് ഒരു ഉദാഹരണമായിട്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ ജാതകം ആദ്യം പരിശോധിക്കും. അതിൽ അദ്ദേഹം ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ പറ്റി, വിദ്യയെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹത്തെപ്പറ്റി, അതിൻ്റെ ദശാകാലങ്ങളെപ്പറ്റി, പിന്നെ ഗ്രഹങ്ങളുടെ ഗോചര ഫലങ്ങളെപ്പറ്റി എല്ലാം നമ്മളങ്ങ് വിലയിരുത്തും. വിലയിരുത്തിയിട്ടാണ് അതിന് ആനുപാതികമായ രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഇതര മതസ്ഥർ ജാതകമോ മറ്റൊന്നും ഇല്ലാതെ വരുന്നവരുടെ കാര്യത്തിൽ പേര് ചിലർക്ക് നാളറിയാത്തവരുണ്ട്, അവരുടെ പേരും വീട്ടഡ്രസ്സും വയസ്സും വെച്ച് പ്രശ്നം എടുക്കും. അപ്പോൾ പ്രശ്നത്തിലൂടെ തെളിയുന്ന കാര്യങ്ങൾക്ക് ആ പ്രശ്നത്തിലൂടെ വിവരങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ഗ്രഹങ്ങളെ സംബന്ധിച്ചുന്ന ദേവതകൾക്കായി വഴിപാടുകളും പരിഹാര മാർഗങ്ങളും എഴുതും. അപ്പോൾ അത് വളരെ സർവ്വസാധാരണമായ കാര്യമാണ്, എല്ലാവരും വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഇതര മതസ്ഥർക്ക് അവരുടേതായ താല്പര്യപ്രകാരമുള്ള വഴിപാടിനും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആ രീതിയിലുമുള്ള നിർദ്ദേശങ്ങളുണ്ട്. കാരണം എൻ്റെ ഗുരുനാഥൻ അത്തരത്തിലുള്ളതായ ഒരു പരിജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ രത്നനിർദ്ദേശമുണ്ട്, യന്ത്രധാരണ ഉണ്ട്. ഇതിനെല്ലാം ഉപരി അത്യാവശ്യമെന്ന് തോന്നുന്ന ആളുകൾക്ക് ആധ്യാത്മികമായ ചില മാർഗനിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നപരിഹാരവും വേണമല്ലോ. അതെ, ആയതിനായ സ്ഥലങ്ങളിലേക്ക് അമ്പലങ്ങൾ കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യും അവർ. അങ്ങനെയാണ് പ്രശ്നപരിഹാര മാർഗം. പിന്നെ അത് വാങ്ങിക്കൊണ്ട് പോയി ചെയ്യാതിരിക്കുക എന്നുള്ളത് ആ വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ചിലർ ആദ്യം കുറച്ചു കാലം ചെയ്യും, പിന്നെ നിർത്തിക്കളയും. ചിലർ കൃത്യതയോടുകൂടി ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരോടും പൊതുവെ പറയാനുള്ളതെന്നാൽ പ്രശ്ന പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത് വിശ്വാസപൂർവ്വം ചെയ്യണം. അതെ, ചില ആളുകൾ കുറേ ഈ പരിഹാര മാർഗങ്ങൾ കുറേ നാളത്തേക്കുള്ള ഒന്നിച്ച് മുക്കിയിടും, പിന്നെ വഴിയിലേക്ക് പോകില്ല, ആ ദേവനെയോ ദേവിയോ കാണാൻ ശ്രമിക്കാറില്ല.
അങ്ങനെയുണ്ട്. പിന്നെ പ്രശ്നപരിഹാര മാർഗങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാളുടെ ധർമ്മദേവതാ പ്രീതി, ഹരദേവതാ പ്രീതി. പിന്നെ സർപ്പക്കാവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ നാഗാരാധന. പിന്നെ ഇതിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം വെച്ചാൽ മാതാപിതാ ഗുരുദൈവം, മാതാപിതാക്കളോടുള്ളതായ ഒരു ഭയഭക്തി ബഹുമാനം. അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ നടന്നു, പൊതുപ്രവർത്തനം നടന്നു. ജന്മം തന്ന മാതാപിതാക്കളെ കൈപിടിഞ്ഞ് നടക്കുന്നവർക്ക് എങ്ങനെയാണാവോ ഒരു ഉന്നമനം ഉണ്ടാകുക? അപ്പം അവരെ ശുശ്രൂഷിക്കുക എന്നതും ഒരു ദൈവികമായ ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ പലവിധ കാര്യങ്ങളെ സംയോജിപ്പിച്ചിട്ടാണ് ഞാൻ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാറ്. കഴിയുന്നത്ര ലളിതമായി, അത് ചെയ്യുന്ന വ്യക്തിക്ക് അതൊരു ബാധ്യതയോ ഭാരമോ ഒന്നും ആകാതെ കഴിയുന്നത്ര സുതാര്യമായി ലളിതമായിട്ടാണ് പ്രശ്നപരിഹാര മാർഗങ്ങളോ പൂജകളോ ഞാൻ നിർദ്ദേശിക്കാറ്. കവിതയുടെ വളർച്ച ഇപ്പൊ ഗുരുക്കന്മാരുടെയൊക്കെ പറഞ്ഞു, ബാക്കി അവിടെ നിങ്ങളുള്ളത് പറയൂ. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊതുവെ കേട്ടിട്ടുള്ള ഒരു ചൊല്ലുണ്ടേ, ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പുറകിലും ഒരു സ്ത്രീ ഉണ്ടാവുന്നു. അപ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അത് എൻ്റെ കാര്യത്തിൽ തിരിച്ചിടണം. എൻ്റെ വിജയത്തിൻ്റെ പുറകിൽ എൻ്റെ ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷമ, അദ്ദേഹത്തിൻ്റെ സഹകരണം. അദ്ദേഹവും നല്ലൊരു ജ്യോതിഷി തന്നെയാണ്. ജ്യോതിഷമാണ് ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എനിക്ക് അസൗകര്യമുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹം എനിക്ക് വേണ്ടി ജ്യോതിഷം കൈകാര്യം ചെയ്തിരുന്നു. ആവാഹന ഒഴിവ് കർമ്മങ്ങളിലും പങ്കെടുത്തിരുന്നു. ഇപ്പം ജാതകം എഴുതാനും തലക്കുറി എഴുതാനും എല്ലാം അദ്ദേഹം എന്നെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹകരണം ഇല്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ക്ഷമാശീലനാണ് അദ്ദേഹം. ശനീശ്വരന്റെ നക്ഷത്രക്കാരനാണ്, രോഹിണി നക്ഷത്രക്കാരനാണ്. എൻ്റെ ആരാധനായ ഗ്രഹത്തിൻ്റെ നക്ഷത്രക്കാരനാണ് അദ്ദേഹം. പിന്നെ മകനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു മകനുണ്ട്, അവന് 14 വയസ്സേ ഉള്ളൂ. പേര് മഹേഷ് എന്നാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറയാം. അവന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, ഒരു 2.5-3 വയസ്സുള്ളപ്പോൾ തന്നെ അവനോട് പടം വരച്ചു എന്ന് പറഞ്ഞാൽ പേനയും പേപ്പറും കളർ പെൻസിലും കൊടുത്ത് അവൻ വേഗം തന്നെ പഞ്ചാംഗമൊക്കെ എടുത്ത് കളം വരച്ച് അവനെ കൊണ്ടാകുന്ന രീതിയിൽ ഇത് ഗ്രഹങ്ങളൊക്കെ വരയ്ക്കും. പ്രശ്നത്തിനൊക്കെ നോക്കാൻ വീട്ടിൽ ആൾക്കാർ വന്നിരിക്കുമ്പോൾ ഇദ്ദേഹം ഇത് വരച്ച് അവർക്ക് കൊണ്ട് സമ്മാനം കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ദക്ഷിണ എന്ത് ചെയ്യുന്നു? അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ നാണയത്തിട്ടോ കാര്യം കൊടുക്കും. അമ്മ ഇതാ കൈ വെച്ചോന്ന് പറയും. ചിലപ്പോൾ എൻ്റെ മടി കയറുന്ന എൻ്റെ കൂടെ കബഡി ഉരുട്ടും. അപ്പം ചെറുപ്പത്തിലെ മുതൽ പുള്ളി ജ്യോതിഷ കാര്യത്തിൽ വളരെ താല്പര്യനായിരുന്നു. ഇപ്പം വലുതായി വന്നപ്പം അച്ഛൻ്റെ കൂടെ ഇരുന്ന് ജാതകം എഴുതാനും ഗൃഹസ്ഥിതി എഴുതാനും അതിനെ സഹായിക്കുകയാണ്. എന്നോട് വന്ന് ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങളൊക്കെ ചോദിക്കും. സ്മാർട്ട് ഫോൺ എടുത്ത് ഇത് അമ്മയുടെ പ്രിയപ്പെട്ട ഗ്രഹം ശനിയെ കണ്ടോളൂ, അത് എങ്ങനെയാണ് സോളാർ സിസ്റ്റത്തിൽ നിൽക്കുന്നത്, വീനസിനെ കണ്ടോ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും എന്നെ കൂടെ പഠിപ്പിച്ചു തരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇടം കൈയും എൻ്റെ വലം കൈയാണ് എൻ്റെ ഭർത്താവും എൻ്റെ മകനും. അവരുടെ രണ്ടുപേരുടെയും പരിപൂർണമായ സ്നേഹവും സഹകരണവുമാണ് ഞാൻ പറയേ എന്നെ ഇപ്പം നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അതാണ് കുടുംബത്തെ പറ്റി പറയാനുള്ളത്. അതെനിക്ക് വളരെ സന്തോഷം. കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. സന്തോഷം. ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കവിത എന്താണ് സംഭാവന ചെയ്യുന്നത്? ഡ്രീം മീഡിയ ഇതുവരെ എൻ്റെ ജ്യോതിഷാനുഭവങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. ഇതിന് സമാനമായി സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റു പലരുടെ അനുഭവങ്ങളും ഡ്രീം മീഡിയ ഇനി പങ്കുവയ്ക്കുന്നതുമാണ്. അപ്പം എൻ്റെതായ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് ഡ്രീം മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് തരാനുള്ളതായ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, അതായത് എല്ലാവരും ഈശ്വരങ്കൽ അടിയുറച്ച് വിശ്വസിക്കുക. ഏത് മതസ്ഥരും അവരുടെ ആരാധനാവിധി പ്രകാരം സർവേശ്വരങ്കൽ ശരണാഗതി അടയുക. ഈശ്വരാർപ്പണമായി അവനവൻ്റെ കർമ്മത്തിനെ കാണുക. ഏത് കർമ്മവും ഈശ്വരാർപ്പണമായി കരുതി ചെയ്യുക. അദ്ദേഹം വഴികാട്ടും, അദ്ദേഹം നയിച്ചുകൊള്ളും. എനിക്ക് തരാനുള്ളതായ ഒരു സന്ദേശം ഡ്രീം മീഡിയയിലൂടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഇതാണ്. പലതരം വിവരങ്ങളായിട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കി. ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ ആ അമ്പലത്തിൽ വരുന്നുണ്ട്. അതുപോലെ കവിതയുടെ അടുത്ത് ഞാൻ എപ്പോഴും വന്നതാണ്, ഇനിയും വരുന്നു. സന്തോഷം. നമസ്തേ.